വെൽക്കം ടു യൂട്യൂബ് കിഡ്സ് ലേണിംഗ്. വേൾഡ് ഓസോൺ ഡേ സെപ്റ്റംബർ 16. തിരഞ്ഞെടുത്ത 100 ചോദ്യോത്തരങ്ങൾ മലയാളത്തിൽ. ചോദ്യം: ലോക ഓസോൺ ദിനം എന്നാണ്? ഉത്തരം: സെപ്റ്റംബർ 16. ചോദ്യം: സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം: 1994 സെപ്റ്റംബർ 16. ചോദ്യം: ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത്? ഉത്തരം: UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ചോദ്യം: 2021 ഓസോൺ ദിന സന്ദേശം എന്താണ്? ഉത്തരം: മോൺട്രിയൽ പ്രോട്ടോകോൾ, കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻ സ്കൂൾ. ചോദ്യം: 2020 ഓസോൺ ദിനത്തിന്റെ സന്ദേശം എന്താണ്? ഉത്തരം: ഓസോൺ ഫോർ ലൈഫ്, 35 years ഓഫ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ. ചോദ്യം: കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ്? ഉത്തരം: സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി. ചോദ്യം: ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഉത്തരം: സ്ട്രാറ്റോസ്ഫിയർ. ചോദ്യം: മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം: സ്ട്രാറ്റോസ്ഫിയർ. ചോദ്യം: ഓസോൺ പാളി ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: 20 മുതൽ 35 കിലോമീറ്റർ വരെ. ചോദ്യം: 1839 ഓസോൺ വാതകം കണ്ടെത്തുകയും ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം: ക്രിസ്ത്യൻ ഫെഡറിക് ഷോൺ ബെയ്ൻ. ചോദ്യം: ഓസോൺ വാതകം കണ്ടുപിടിച്ച ക്രിസ്ത്യൻ ഫെഡറിക് ഷോൺ ബെയ്ൻ ഏത് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു? ഉത്തരം: സ്വിറ്റ്സർലൻഡിലെ ബേസൽ സർവകലാശാല. ചോദ്യം: ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഉത്തരം: ഓസീൻ. ചോദ്യം: ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: മണമുള്ളത്. ചോദ്യം: ഓസോണിന്റെ നിറം എന്താണ്? ഉത്തരം: ഇളം നീല. ചോദ്യം: 1913 ഓസോൺ പാളി കണ്ടെത്തിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? ഉത്തരം: ചാൾസ് ഫാബ്രി, ഹെൻറി ബിഷൻ. ചോദ്യം: ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? ഉത്തരം: അന്റാർട്ടിക് മേഖലയിൽ. ചോദ്യം: അന്റാർട്ടിക് മേഖലയിൽ ഓസോൺ പാളിയിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ കാണപ്പെടുന്നത് ഏത് കാലത്ത്? ഉത്തരം: വേനൽക്കാലത്ത്. ചോദ്യം: ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? ഉത്തരം: ജോയി ഫാർമാൻ, ബിയാൻ ഗാർഡിനർ, ജോനാഥൻ ഷാങ്ക്ലിൻ. ചോദ്യം: ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും? ഉത്തരം: 1 മണിക്കൂർ. ചോദ്യം: സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഉത്തരം: ഇലകളിലൂടെ. ചോദ്യം: ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം: ഓസോൺ. ചോദ്യം: ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്? ഉത്തരം: നൈട്രജൻ ഡൈ ഓക്സൈഡ്. ചോദ്യം: ഓസോൺ എന്തിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: 3 ഓക്സിജൻ ആറ്റങ്ങൾ. ചോദ്യം: ഓക്സിജന്റെ രൂപാന്തരണം എന്താണ്? ഉത്തരം: ഓസോൺ. ചോദ്യം: ഓക്സിജൻ കണ്ടുപിടിച്ചതാര്? ഉത്തരം: ജോസഫ് പ്രീസ്റ്റ്ലി. ചോദ്യം: ഓക്സിജൻ എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം: ആൻഡ്രോൺ ലോറന്റ് ലാവോസിയർ. ചോദ്യം: ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ഉത്തരം: 8. ചോദ്യം: അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്?
ഉത്തരം 21%. ചോദ്യം: ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന അസുഖം എന്താണ്? ഉത്തരം: ആസ്മ. ചോദ്യം: ഓസോൺ വാതകം കണ്ടെത്തിയതാര്? ഉത്തരം: ക്രിസ്റ്റ്യൻ ഫെഡറിക് ഷോൺ ബെയ്ൻ, ജർമ്മൻ ശാസ്ത്രജ്ഞൻ. ചോദ്യം: ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉത്തരം: സ്പെക്ട്രോഫോമീറ്റർ. ചോദ്യം: സ്പെക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം: GMB ഡോപ്സൺ. ചോദ്യം: അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ്? ഉത്തരം: ഡോപ്സൺ യൂണിറ്റ്. ചോദ്യം: 1928നും 1958നും ഇടയിൽ ലോകവ്യാപകമായ ഓസോൺ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ശൃംഖല സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം: GMB ഡോപ്സൺ. ചോദ്യം: അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവിനെ എന്താണ് പറയുന്നത്? ഉത്തരം: ഡോപ്സൺ യൂണിറ്റ്. ചോദ്യം: ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ ഏത്? ഉത്തരം: മോൺട്രിയൽ പ്രോട്ടോകോൾ. ചോദ്യം: മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷമേത്? ഉത്തരം: 1987 സെപ്റ്റംബർ 16. ചോദ്യം: മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്ന്? ഉത്തരം: 1989 ജനുവരി 1. ചോദ്യം: ഇതുവരെ മോൺട്രിയൽ പ്രോട്ടോകോളിൽ എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചു? ഉത്തരം: 197 രാജ്യങ്ങൾ. ചോദ്യം: മോൺട്രിയൽ പ്രോട്ടോകോളിൽ ആദ്യം ഒപ്പുവെച്ച രാജ്യങ്ങൾ എത്രയായിരുന്നു? ഉത്തരം: 24. ചോദ്യം: മോൺട്രിയൽ എന്ന പ്രദേശം ഏത് രാജ്യത്താണ്? ഉത്തരം: കാനഡ. ചോദ്യം: മോൺട്രിയൽ പ്രോട്ടോകോളിൽ ഇന്ത്യ ഒപ്പുവെച്ചത് എന്ന്? ഉത്തരം: 1992 ജൂൺ 19. ചോദ്യം: 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന കരാർ രൂപം കൊണ്ടത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഉത്തരം: കാനഡ. ചോദ്യം: ഏറ്റവും വിജയകരമായ പരിസ്ഥിതി കരാർ എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം: മോൺട്രിയൽ പ്രോട്ടോകോൾ. ചോദ്യം: ഒരു അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ സാമ്പത്തിക സംവിധാനം? ഉത്തരം: മോൺട്രിയൽ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിനുള്ള മൾട്ടി ലാറ്ററൽ ഫണ്ട്. ചോദ്യം: മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ആദ്യ ഭേദഗതി ഏത്? ഉത്തരം: ലണ്ടൻ ഭേദഗതി. ചോദ്യം: മിനറൽ വാട്ടർ അണുമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഉത്തരം: അൾട്രാ വയലറ്റ് കിരണങ്ങളും ഓസോണും. ചോദ്യം: ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ കാണപ്പെടാറുള്ളത് എന്താണ്? ഉത്തരം: ഓസോൺ. ചോദ്യം: ഓസോണിന് ഓസോൺ എന്ന പേർ നൽകിയതാരാണ്? ഉത്തരം: ക്രിസ്റ്റ്യൻ ഫെഡറിക് ഷോൺ ബെയ്ൻ. ചോദ്യം: ഓസോൺ തന്മാത്ര രൂപം കൊള്ളുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം: സിഡ്നി ചാപ്മാൻ. ചോദ്യം: ഓസോൺ ചക്രത്തിന്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം: ചാപ്മാൻ ചക്രം. ചോദ്യം: ഓസോണിന്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരമാണ് ബാധിക്കുന്നത്? ഉത്തരം: സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുന്നു. ചോദ്യം: ഓസോൺ ഗാഢത ഏറ്റവും കൂടുതൽ ആകുന്നത് ഏത് കാലത്താണ്? ഉത്തരം: വേനൽക്കാലം. ചോദ്യം: വേനൽക്കാലത്ത് അൾട്രാ വയലറ്റ് റേഡിയേഷൻ കൂടാൻ കാരണമെന്ത്? ഉത്തരം: ഭൂമി സൂര്യനോട് കൂടുതൽ അടുക്കുന്നത് കൊണ്ട്. ചോദ്യം: ഭൂമിയുടെ പുതപ്പ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം: ഓസോൺ പാളി. ചോദ്യം: ഓസോൺ തുള നിരന്തരമായി നിരീക്ഷിക്കുന്നതിനുള്ള കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം: ടോംസ് ടോട്ടൽ ഓസോൺ മാപ്പിംഗ് സ്പെക്ട്രോമീറ്റർ. ചോദ്യം: സൂര്യാഘാതത്തിനും ക്യാൻസറിനും കാരണമാകുന്ന അൾട്രാ വയലറ്റ് രശ്മി ഏത്?
ഉത്തരം UVB. ചോദ്യം: സൂര്യപ്രകാശത്തിലെ മാരകമായ ഏത് വികിരണത്തെയാണ് ഓസോൺ കവചം തടഞ്ഞു നിർത്തുന്നത്? ഉത്തരം അൾട്രാവയലറ്റ് കിരണത്തെ. ചോദ്യം: സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെ? ഉത്തരം UVA, UVB, UVC. ചോദ്യം: ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏത്? ഉത്തരം നേക്രിയാസ് മേഘങ്ങൾ. ചോദ്യം: ഓസോൺ കണ്ടുപിടിക്കുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത്? ഉത്തരം നിംബസ് 7. ചോദ്യം: ഓസോൺ പാളിയിൽ ആദ്യമായി സുഷിരം കണ്ടെത്തിയ വർഷം? ഉത്തരം 1970. ചോദ്യം: ഓസോൺ പാളിയിൽ ഏറ്റവും വലിയ വിള്ളൽ രേഖപ്പെടുത്തിയ വർഷം? ഉത്തരം 2006. ചോദ്യം: ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന രാസവസ്തു? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ. ചോദ്യം: ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പദാർത്ഥങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ODS, ഓസോൺ ഡിപ്ലഷൻ സബ്സ്റ്റൻസ്. ചോദ്യം: സസ്യങ്ങളിലെ ഓസോണിന്റെ ദോഷകരമായ പ്രവർത്തനം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ? ഉത്തരം ലോസ് ആഞ്ചലസ്, 1944. ചോദ്യം: കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കാൻ ഐക്യരാഷ്ട്രസഭ 1997 ഡിസംബർ 11 ഉണ്ടാക്കിയ ഉടമ്പടി ഏത്? ഉത്തരം ക്യോട്ടോ ഉടമ്പടി. ചോദ്യം: പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏത്? ഉത്തരം തുളസി. ചോദ്യം: ഓസോൺ വിഘടനത്തിന് കാരണമാകുന്ന സംയുക്തം ഏതാണ്? ഉത്തരം CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ചോദ്യം: CFCയുടെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ. ചോദ്യം: ക്ലോറോ ഫ്ലൂറോ കാർബൺ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം തോമസ് മെഡ്ഗ്ലേ. ചോദ്യം: CFCയുടെ വ്യാവസായിക നാമം എന്താണ്? ഉത്തരം ഫ്രിയോൺ. ചോദ്യം: CFC അടങ്ങിയിരിക്കുന്ന ഏത് മൂലകമാണ് ഓസോൺ പാളിയെ ദോഷകരമായി ബാധിക്കുന്നത്? ഉത്തരം ക്ലോറിൻ. ചോദ്യം: ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം? ഉത്തരം ന്യൂസിലാൻഡ്. ചോദ്യം: ഓസോണിന്റെ രാസനാമം എന്താണ്? ഉത്തരം O3. ചോദ്യം: അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസം ഏതാണ്? ഉത്തരം മിന്നൽ. ചോദ്യം: മനുഷ്യനിലെ ഓസോണിന്റെ ദോഷകരമായ പ്രവർത്തനം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ? ഉത്തരം ലോസ് ആഞ്ചലസ്, 1950. ചോദ്യം: ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓസോൺ പാളി. ചോദ്യം: ഏറ്റവും പുതുതായി ഓസോൺ പാളിയിലെ സുഷിരം അടഞ്ഞതിന് കാരണമായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പ്രതിഭാസമെന്ത്? ഉത്തരം പോളാർ വെർട്ടെക്സ്. ചോദ്യം: യൂറോപ്യൻ യൂണിയന്റെ അന്തരീക്ഷ നിരീക്ഷണ സംവിധാനം ഏത്? ഉത്തരം CAMS. ചോദ്യം: വിയന്ന കൺവെൻഷൻ നടന്ന വർഷം? ഉത്തരം 1985. ചോദ്യം: സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിലെത്താതെ തടയുന്ന രക്ഷാകവചം ഏതാണ്? ഉത്തരം ഓസോൺ പാളി. ചോദ്യം: ODPയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഓസോൺ ഡിപ്ലറ്റിംഗ് പൊട്ടൻഷ്യൽ. ചോദ്യം: ഓസോൺ ഏതിന്റെ അലോട്രോപ്പാണ്? ഉത്തരം ഓക്സിജൻ. ചോദ്യം: എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഒരു ഓസോൺ തന്മാത്ര? ഉത്തരം 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ്. ചോദ്യം:
അൾട്രാവയലറ്റ് രശ്മികൾ അമിതമായി പതിച്ചാൽ ശോഷണം സംഭവിക്കുന്ന വിള ഏത്? ഉത്തരം നെല്ല്. ചോദ്യം: ഏതു പ്രായത്തിലാണ് ഓസോൺ മനുഷ്യനെ ഏറ്റവും അധികമായി ബാധിക്കുന്നത്? ഉത്തരം കുട്ടിക്കാലം. ചോദ്യം: ഓസോൺ വാതകത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞ ഡച്ച് ശാസ്ത്രജ്ഞൻ? ഉത്തരം മാൾട്ടിനസ് വാൻ മാരം. ചോദ്യം: ഓക്സിജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഓസോൺ തന്മാത്ര ഉണ്ടാവുകയും അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുമ്പോൾ ഓസോൺ വിഘടിച്ച് വീണ്ടും ഓക്സിജനായി മാറുന്ന പ്രതിഭാസം? ഉത്തരം ഓസോൺ ഓക്സിജൻ സൈക്കിൾ. ചോദ്യം: അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ്? ഉത്തരം ഡോപ്സൺ യൂണിറ്റ്. ചോദ്യം: സെപ്റ്റംബർ 16 ഓസോൺ പാളി സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1988. ചോദ്യം: ഓസോൺ പാളിയുടെ സംരക്ഷണത്തെ പറ്റി ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം? ഉത്തരം വിയന്ന സമ്മേളനം 1985. ചോദ്യം: ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ഓസോൺ രൂപീകരിക്കപ്പെടുന്ന പ്രക്രിയ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം സിഡ്നി ചാപ്മാൻ. Thanks for watching. Please like, share and subscribe for new feeds.